മോളെ നിന്റെ മുത്തശ്ശി നല്ല കലിപ്പിന് മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ, അടുത്ത പ്രശ്നം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നിന്ന് ഇങ്ങനെ ആലോചിക്കായിരിക്കും. ഞാനും അങ്ങളും തിരിച്ചു വരുന്നതിന് ശേഷം മുമ്പ് അല്ല ശേഷം. അതെന്താ മുത്തശ്ശിക്ക് അപ്പൊ വേറെ ഒന്നും ആലോചിക്കാനില്ല? അത് വിട്, ഇവൻ അകത്ത് കയറ്റിയപ്പോ എന്താ ചെയ്യാ? അമ്മേനെ അവിടുന്ന് മാറ്റണല്ലോ. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഞാൻ അമ്മയുടെ ശ്രദ്ധ മാറ്റും. അപ്പൊ തന്നെ നീ വീട്ടിനുള്ളിലേക്ക് ഓടിക്കേറിക്കണം. വീടിനുള്ളിൽ ആദ്യം കാണുന്ന റൂമിലേക്ക് കയറിയേക്കണം. അതാണ് എന്റെ റൂം. അവിടെ കയറി കട്ടിനടി പോയി കിടന്നോ. അതിനുശേഷം ഞാൻ വന്നിട്ട് നിന്നെ വിളിക്കാം. മനസ്സിലായോ? അല്ല അപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നാ എന്റെ അമ്മ എന്നെ അന്വേഷിക്കില്ലേ? അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ പേടിക്കണ്ട. ഞാൻ ഇപ്പൊ അമ്മയുടെ ശ്രദ്ധ തിരിക്കും. അപ്പൊ നീ ഓടിക്കേറിക്കോണം. മിനിമോളെ നീ എന്റെ കൂടെ വാ. ഓഹോ, വന്ന രണ്ടും കൂടെ. അമ്മേ ഇങ്ങോട്ട് വന്ന് നോക്കേ. എന്താടാ ഇവിടെ? ഇങ്ങോട്ട് വാ, വീട്ടിൽ കയറി. അമ്മേ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ അമ്മേ. കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. അതെ അതെ, ഇത് വിറ്റ് നല്ല പൈസ കിട്ടും തോന്നുന്നു മുത്തശ്ശി. എന്താ ഇവിടെ? പ്രാങ്ക് പ്രാങ്ക്. പാമ്പാ? അല്ല അമ്മേ, പ്രാങ്ക് പ്രാങ്ക്. അതെന്തോന്ന് പുതിയ സാധനാണ്? അതിനെന്തിനാ ഇവൻ പ്രാങ്ക് പ്രാങ്ക് എന്ന് പറയുന്നത്? അതേ അമ്മ, പ്രാങ്ക് എന്ന് പറഞ്ഞ പറ്റിക്ക. മനസ്സിലായോ? ഇംഗ്ലീഷ് വേർഡാണ് പറ്റിക്കലിന്റെ. മനസ്സിലായോ? പ്രാങ്ക്. അപ്പൊ നീ എന്നെ എവിടെ വരുത്തിട്ട് വെറുതെ പറ്റിക്കാനായിരുന്ന? അതെ. എടി കൊച്ചെ, എവിടെയായിരുന്നു ഇത്ര നേരം? അത് പിന്നെ മുത്തശ്ശി, ഞാനും അങ്കിളും കൂടെ ആ ചെറുക്കന്റെ ആടിനെ തപ്പി പോയതായിരുന്നു. ആ ആടിനെ തപ്പി നിങ്ങൾ എങ്ങോട്ട് പോയി? നിങ്ങൾ എന്തിനാ ആടിനെ തപ്പി പോയത്? അമ്മയല്ലേ പറഞ്ഞേ ഭാസ്കരന്റെ തോട്ടത്തിൽ കാണുന്നു. ആ അത് ശരിയാണല്ലോ അല്ലേ, ഞാനാ പറഞ്ഞേ. ഇപ്പഴാ ഓർമ്മ വന്നത്. കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? എങ്ങനെ മുത്തശ്ശിക്ക് മനസ്സിലായി? അതിപ്പോ എനിക്ക് എങ്ങനെ മനസ്സിലായാലും നിനക്കെന്താ? കൊച്ചെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് ഒന്നും പറയാൻ വരുതെന്നേ. എനിക്ക് ഇതിന്റെ ശബ്ദം കേൾക്കുന്ന പോലും ഇഷ്ടമല്ല. ഓ എന്റെ അമ്മേ, ഒന്ന് നിർത്ത്. ഞങ്ങളൊന്ന് പോയി റെസ്റ്റ് ചെയ്യട്ടെ. അല്ല, ഇതിലിപ്പോ ആദ്യത്തെ റൂം ഇതാണോ അതോ ഇതാണോ? കൺഫ്യൂഷൻ ആയല്ല. എന്തേലും ആവട്ടെ, ഈ റൂമിൽ കയറാം. അയ്യ, നല്ല സുഖമായല്ല. നിനക്കുള്ള പണിയൊക്കെ ഞാൻ ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് നീ രക്ഷപ്പെട്ടതാണോ വിചാരിച്ചേ? ഇന്ന് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? ആ പണിയൊന്നും ചെയ്യാതെ നിന്നെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഒരു മുത്തശ്ശി സ്നേഹി വന്നേക്കുന്നേ. എന്റെ കൂടെ വാ, അടുക്കളയിൽ ഒരുപാട് ജോലി ബാക്കിയുണ്ട് നിനക്ക്. മുത്തശ്ശി, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ ഇന്ന്. അവിടെ വന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാ വല്ലതും തരാം. മനസ്സിലായോ? മനസ്സിലായോ മുത്തശ്ശി? വാ എന്റെ കൂടെ. നല്ല ഭംഗിയുള്ള റൂമ്. ആയ്, നല്ല സുഖം. ഈ ചേട്ടന്റെ റൂം കണ്ടിട്ട് പെണ്ണുങ്ങളെ റൂം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആളൊരു പൂക്കിയാണെന്നാ. കൊറേ നേരമായി ഒന്ന് ഇരുന്നിട്ട് ഇപ്പൊ ഒരു സമാധാനമുണ്ട്. ഡി മിനിക്കൊച്ചേ, ഈ കാണുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് ഓറിക്കോണം. ഉണ്ടല്ലോ, ആ കാണുന്ന ഡ്രസ്സുകളൊക്കെ അലക്കാനുള്ളതാ. അതൊക്കെ അങ്ങ് അലക്കിയേക്കണം കേട്ടാ. ആ കാണുന്ന ഡ്രസ്സുകളൊക്കെ അലക്കാനുള്ളതാ. അതൊക്കെ അങ്ങ് അലക്കിയേക്കണം കേട്ടാ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പുറത്ത് പോയി ആ കല്ലേല വെച്ച് നന്നായിട്ട് അങ്ങ് അലക്കിയേക്കണം കേട്ടാ. നിന്നെ ആരും പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇവിടെയൊക്കെ പ്രദേശത്തൊക്കെ ആൾക്കാരുണ്ട്. ഒരു പേടിയും പേടിക്കണ്ട. എല്ലാം അലക്കി തോലിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാണ്ട് ഇവിടെ ഞാൻ നിന്നെ കയറ്റത്തില്ല. അടുക്കള ഡോർ ഞാൻ അങ്ങ് പൂട്ടും. നീയേ പുറത്ത് ഇതൊക്കെ ചെയ്തിട്ട് ഈ ബാത്റൂം മൂറിയിട്ട് എൻ്റെ റൂമിൻ്റെ ജനലിൻ്റെ അവിടെ വന്ന് നിൽക്ക്. അപ്പം ഞാൻ വന്ന് തുറന്നു തരാം. എങ്ങനെയുണ്ട്? എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി. മുത്തശ്ശി അടുക്കളയിൽ നിന്ന് വാതിലടച്ചാ പിന്നെ ഞാൻ എങ്ങനെ ഈ പാത്രമൊക്കെ മോറാ? പുറത്തേക്ക്
വാതിലല്ല അടക്കുമെന്ന് പറഞ്ഞത്, അകത്തേക്കുള്ള വാതില്. ഈ അടുക്കളയും പുറത്ത് നിൽക്കുന്ന കല്ലും നിനക്ക് സ്വന്തം. നിനക്ക് ഇത് രണ്ടും പൂർത്തിയാക്കി ചെയ്തിട്ട് എന്നെ വന്ന് കാണിച്ചു തന്നിട്ട് എൻ്റെ റൂമിൽ ജനലിൽ വന്ന് മുട്ടിയാൽ മതി. അപ്പം ഞാൻ വന്ന് ഇവിടെ തുറന്നു തരാം. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതെ നീ പോയി അങ്ങ് ഉറങ്ങിയാലോ, ഈ ഇവിടുത്തെ വാതിൽ തുറന്നു വെച്ചാ. ഈ കുറച്ച് പേടിക്ക്, അതിനിപ്പോ എന്താ പ്രശ്നം? കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. തക്കം കിട്ടിയാൽ വേണമെങ്കിൽ നിന്റെ അങ്കിളിന്റെ അടുത്ത് നീ പോയി പരാതി പറയും. എന്നിട്ട് വേണം അവന്റെ കയ്യിൽ നിന്നും കൂടി ഞാൻ കേൾക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അകത്തേക്കുള്ള വാതിൽ അടച്ചങ്ങ് പോവുകയാണ്. ഇതൊക്കെ അങ്ങ് ചെയ്തിട്ട് എന്റെ ജനന്റെ അവിടെ വന്ന് മുട്ടുക. ഓക്കെ? അയ്യോ മുത്തശ്ശി, ഞാൻ എടാ നീ എവിടെ? എടാ നീ എവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്? ഞാനാ, പുറത്തേക്ക് വാ. അയ്യോ, അവൻ ഈ റൂമിൽ ഇല്ലാന്ന് തോന്നുന്നേ. അയ്യോ, അപ്പത്തെ റൂം അമ്മയുടെ ആണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇനിയിപ്പോ അവൻ അവിടെ കേറിയിട്ടുണ്ടോ നോക്കാം. അയ്യോ, അമ്മ കണ്ടേക്കുന്ന തീരുമാനമായി. അയ്യോ, അമ്മത്തി പോകുന്ന അമ്മേ. ഇവ അറിഞ്ഞോ ഞാൻ മിനിമോളെ കിച്ചണിലിട്ട് പൂട്ടിയത്? എന്താ മോനെ? അമ്മ ഉറങ്ങാൻ പോവാണോ? അതെ, എന്തേ? അമ്മേ, അത് പിന്നെ അമ്മ ഇപ്പൊ ഉറങ്ങാൻ പോവല്ലേ? അതെന്താ അപ്പൊ ഞാൻ ഉറങ്ങാൻ പോയ പ്രശ്നം? അമ്മയ്ക്കറിയില്ലേ, ഇന്ന് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് ഉണ്ട്. അമ്മ കാണാൻ വരുന്നില്ലേ? എന്ത് മാച്ച്? അമ്മ വേൾഡ് കപ്പ്. അർജന്റീനയുടെ കളിയുണ്ടോ മോനെ? ഞാൻ അർജന്റീന ഫാനാ. ഓ, ഇന്ന് ബ്രസീലിന്റെ കളിയുണ്ട്. കാണാനുണ്ടെങ്കിൽ വാ അമ്മ. ഇല്ല മോനെ, അമ്മ പോയിട്ട് ഉറങ്ങട്ടെ. അർജന്റീനയുടെ മാച്ച് മാത്രം അമ്മ കാണലുള്ളൂ. അർജന്റീന എനിക്ക് ഇഷ്ടമല്ല. അർജന്റീന. അമ്മേ, എന്റെ റൂമിൽ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരുമോ? അത് ഞാൻ ഇന്നലെ അങ്ങ് മാറ്റിയിട്ടേ ഉള്ളൂ. അമ്മേ, അത് എന്തോ ഒരു സ്മെല്ല് ഉണ്ട് അമ്മേ. പ്ലീസ് അമ്മ ഒന്ന് മാറ്റിത്താ. ഓ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ മാറ്റി തരാം. ചെറുക്കനെ കൊണ്ട് ഒന്ന് ഉറങ്ങാൻ പോവാനും സമ്മതിക്കില്ല. തൂത്തട്ടം ഞാൻ നെഞ്ചോട് ചേർത്ത് അരിമുല്ലക്കിനാവിന് പ്രിയ സഖിയേ സജ്ജനാനൻ കരളിനുള്ളിൽ ഞാനല്ലേ. ആ ചേട്ടങ്ങൾ വന്നാ ഇവിടെ കിടന്നോളി. ഞാൻ ഈ കസാലയിൽ കിടന്നോളാം. എനിക്ക് കസാല പെരുത്തി ഇഷ്ടമായിക്കണം. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. എടാ മണ്ട, ഇത് എന്റെ റൂമല്ല. പിന്നെ ആരുടെ റൂമാ? മണ്ട, ഇതെന്റെ അമ്മേന്റെ റൂമാ. അപ്പൊ നിങ്ങളെ അമ്മന്റെ റൂമായിരുന്ന? ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളല്ലേ പറഞ്ഞത് ആദ്യത്തെ റൂമിൽ കേറാനേ? ഞാൻ അതുകൊണ്ടല്ലേ ഇവിടെ കേറിയത്. മണ്ട, ആദ്യത്തെ റൂം എന്ന് പറഞ്ഞ എന്റെ റൂം. ആദ്യത്തെ റൂം, ഫസ്റ്റത്തെ റൂം. ഇത് രണ്ടാമത്തെ റൂമാ. ഇനി സംസാരിച്ച് നിൽക്കാൻ നേരെയാ. വേറെ റൂം നമുക്ക് ചാടാം. വന്നിട്ട് പാടില്ല. അപ്പോഴാ അവന്റെ അമ്മ